കേര ലൈവിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക, കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ നെടുന്തൂണാണ് പ്രൊഡക്റ്റീവ് അലയൻസ് അഥവാ ഉൽപ്പാദന സഖ്യങ്ങൾ. കർഷക കൂട്ടായ്മകളും അഗ്രി ബിസിനസ് പ്ലെയേഴ്സും തമ്മിലുള്ള സഖ്യത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയും സുസ്ഥിര വിപണിയും ഉറപ്പാക്കുന്നു. നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ദേശീയ അന്തർദേശീയ വിപണിയിലേക്ക് എത്തിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖലയുടെ മുഖഛായ തന്നെ മാറ്റി എഴുതാൻ പ്രാപ്തമാണ് പ്രൊഡക്റ്റീവ് അലയൻസ് അഥവാ ഉൽപ്പാദന സഖ്യം എന്ന ഘടകം. ഈ ഘടകത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കേര പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും കാർഷിക വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ യമുനയാണ്. സ്വാഗതം മാഡം, കേര ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം, പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന ആശയത്തെക്കുറിച്ചും കേരളത്തിലെ നിലവിലെ കാർഷിക മേഖലയും ഈ ആശയം എത്രത്തോളം പ്രസക്തമാണ് എന്നതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം. നിശ്ചയമായിട്ടും ഭാവന, പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള ആശയം ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്ന 2023 ഏപ്രിലാണ്, ഡെപ്യൂട്ടേഷനിലാണ് വരുന്നത്. ആ സമയത്ത് പ്രൊഡക്റ്റീവ് അലയൻസ് നിങ്ങളെല്ലാവരെയും പോലെ എനിക്കും പുതിയ ഒരു അപരിചിതമായിട്ടുള്ള ഒരു വാക്കായിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലാക്കിയത് കഴിഞ്ഞ 10, 15, 20 വർഷത്തോളമായിട്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും അതുപോലെ വേൾഡ് ബാങ്കും അവരുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിയ ഒരു വിജയ മാതൃകയാണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് വരുന്നത്. അതിൽ ഒന്ന് ചെറുകിട കർഷകർ, പിന്നെ അവരൊരു ഉൽപ്പാദകരാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പം അത്തരത്തിലുള്ള ഉൽപ്പാദകർ, അവരുടെ ചെറുകിട കർഷകരുടെ ഒരു കൂട്ടായ്മ, അതാണ് ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഉൽപ്പാദകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന, അവരുമായിട്ട് ടൈപ്പിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന അഗ്രി ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് നമ്മൾ പേരിട്ട് വിളിക്കുന്നു, ABPs എന്ന് പറയും അവർ. പിന്നെ ഈ 2 കൂട്ടരും നിലവിലെ നമ്മളുടെ എക്സിസ്റ്റിംഗ് സെനാരിയോയിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലുണ്ട്. പക്ഷേങ്കിൽ കേരയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുക, അവർക്ക് പരസ്പരം ഒരു കോംപ്ലിമെൻറ്റാരിറ്റിയോടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ലോങ് ടേമിലേക്ക് ഒരു ബിസിനസ് പ്രപ്പോസലിലേക്ക്, ഒരു ബിസിനസ് പ്ലാനിലേക്ക് പോകാൻ കഴിയുക. അങ്ങനെ ഈ ചെറുകിട കർഷകരുടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ചെറുകിട കർഷകർക്ക് നേരിടുന്ന ചലഞ്ചസിനെ അതിജീവിക്കാനായിട്ടാണ് നമ്മൾ കൂട്ടായ്മകൾ എടുത്തിരിക്കുന്നത്. ആ കൂട്ടായ്മകളിലൂടെ ഇവരുടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുക, അവർക്ക് കിട്ടുന്ന വാല്യൂ ഓഫ് അസറ്റ്സും സെയിൽസും ഒക്കെ കൂട്ടുക. ആ രീതിയിൽ അത് മാത്രമല്ല, ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പം പ്രോബബ്ലി 700-800 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഒരു 100-200 പേരായിരിക്കും ഒരുപക്ഷെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള 500-600 പേരുടെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. സോ അവരെ കൂടെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ഉൽപ്പാദനം കൂട്ടാൻ കഴിയും. ഈവൻ ദോ തുണ്ടുവൽക്കരിക്കപ്പെട്ട പ്രദേശമാണ് നമ്മുടെ കാർഷിക മേഖല കേരളം ഫേസ് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ആ സോഷ്യൽ കൊഹീഷൻ കൂടെ കൊണ്ടുവന്നാൽ നമ്മുടെ ഉൽപ്പാദനം കൂട്ടാനും അങ്ങനെ നമ്മളുടെ കാർഷിക മേഖലയെ കുറച്ചുകൂടെ വാണിജ്യവൽക്കരിക്കാനും കഴിയുന്ന ഒരു സാധ്യതയാണ് പ്രൊഡക്റ്റീവ് അലയൻസിൽ വരുന്നത്. അപ്പോൾ പബ്ലിക് സെക്ടർ എന്നുള്ള രീതിയിൽ കേര അവിടുത്തെ മൂന്നാമനായിട്ട് നിൽക്കുകയാണ്. ഈ 2 കൂട്ടരെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഇവർ തമ്മിലുള്ള ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാനും കേരയുടെ സഹായത്താൽ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉണ്ട്, ഒരു കൺസൾട്ടൻസി. 3 റീജൻസ് ആയിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യും. ആ രീതിയിൽ ഒരു ലോങ് ടേം, ഒരു 10 വർഷം 15 വർഷത്തേക്കുള്ള ഒരു ബാന്ധവം ഈ 2 കൂട്ടർക്ക് തമ്മിലുണ്ടായി വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുക? ഓക്കെ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളെ കുറിച്ച് തന്നെ കേരളത്തിൽ എത്ര ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളുണ്ട്, അതും കാർഷിക മേഖലയിൽ എത്രയുണ്ട് എന്നൊക്കെ ഒരു തരത്തിലുള്ള ഒരു അനാലിസിസ് നമ്മൾ 2023 തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടാറ്റ കോണൽ FPO പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിന്നും 2023 കിട്ടിയ ഡേറ്റ അനുസരിച്ച് ഏകദേശം 568ഓളം ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 600 സംതിങ് ആയിട്ടുണ്ട് ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ. അതിൽ തന്നെ ഈ 568നെ നമ്മൾ ജില്ലാ തലത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തു. അതിനെ ഒന്ന് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ ആത്മ ടീമുണ്ട്, അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി. ആ ടീമുമായിട്ട് ജില്ലാ തലത്തിൽ നമ്മൾ ഇൻട്രാക്ഷൻ നടത്തി
അവരാണ് ഈ പറഞ്ഞിരിക്കുന്ന FPCകളൊക്കെ ഫീൽഡിൽ പോയി വെരിഫൈ ചെയ്തത്. അപ്പോൾ ഈ 568 എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഏകദേശം 245ഓളം FPCകളുടെ ലൈവായിട്ടും ആക്റ്റീവായിട്ടും നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. ഈവൻ 245ഉം കംപ്ലീറ്റ്ലി ലൈവ് അല്ല, ഒരു 200ഓളം ഏകദേശം ആക്റ്റീവായിട്ടുള്ള FPCകൾ അന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 150 പ്രൊഡക്റ്റീവ് അലയൻസസ് കേരളത്തിലെമ്പാടും സെറ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു നടത്തിയ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏകദേശം 100ഓളം ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ നോർത്തേൺ കേരളയിലാണ് കൂടുതൽ കാണുന്നത്. അവിടെ കുറച്ചും കൂടെ ഏരിയ ഉണ്ട്, കൾട്ടിവബിൾ ലാൻഡ് ഹോൾഡിംഗ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള വിളകൾ വരുന്നുണ്ട്. അങ്ങനെ ആ നോർത്തേൺ റീജിയൻ എന്നുള്ളത് ഒരു പൈലറ്റ് മോഡിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ കോൾ ഫോർ ചെയ്തു. അപ്പം ഭാവന ചോദിച്ചതുപോലെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ, ഒന്ന് അവർ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതായിരിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നതില്ല. പിന്നെ ഉള്ളത് അവർക്കൊരു 200-ൽ കൂടുതലെങ്കിലും ഷെയർ ഹോൾഡർ മെമ്പേഴ്സ് വേണം. ഈ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 5 ലക്ഷം രൂപയെങ്കിലും പെയ്ഡപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുകൂടാതെ 10 ലക്ഷത്തിന് മേളിൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായിട്ട് അവരുടെ ടേൺ ഓവർ ഉണ്ടായിരിക്കണം. ഈ 4 കണ്ടീഷൻസാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾ ഒരു 30% കൂടുതലുണ്ടെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് 3 റീജിയൻസ് ആയിട്ടാണ് 150 നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ റീജിയൻ എന്നുള്ളത് നോർത്തേൺ റീജിയൻ ആണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം. പിന്നെയുള്ളത് സെൻട്രൽ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള 4 ജില്ലകൾ, പിന്നെ സദേൺ എന്നുള്ള രീതിയിൽ താഴേക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് കൊല്ലവും തിരുവനന്തപുരവും SPMU ഡയറക്റ്റ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ്, അതിലും ഡെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേതും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലേതും. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് നോർത്തേൺ റീജിയനിലും സെൻട്രൽ റീജിയനിലും മറ്റ് സദേൺ റീജിയനിലും എല്ലാം ഈ പ്രൊഡക്റ്റീവ് അലയൻസസും ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും മുന്നോട്ട് പോകുന്നത്. മാഡം, നമ്മൾ ഈ ഒരു പ്രാദേശിക വിപണിയിൽ മാത്രം നിൽക്കുന്ന FPCകൾ അന്തർദേശീയ ദേശീയ തലത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് വേണ്ട ഒരു ഹാൻഡ് ഹോൾഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാവുമല്ലോ. നമ്മളിതിൽ FPCകൾക്ക് അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ ക്ഷണിക്കുമ്പം അതിനകത്ത് തന്നെ അവർക്കൊരു ഓപ്ഷനുണ്ട്. അവർക്ക് ഏത് അഗ്രി ബിസിനസ് പാർട്ട്ണറുമായിട്ട് ടൈപ്പ് ആവാനാണ് താല്പര്യം. ചില കേസിൽ ചില ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ഓൾറെഡി അവർക്കൊരു വിഷൻ കാണും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവരുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല, ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്ലാനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 2 വർഷമൊക്കെ കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ FPCകളാകുമ്പോൾ അവരുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ബാലാരിഷ്ടതയൊക്കെ ഒന്ന് മാറി ഒരു കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റിയിലേക്ക് എത്തും. അപ്പം അത്തരത്തിലുള്ള FPCകൾക്ക് അവരുടെ അടുത്ത എക്സ്പാൻഷൻ പ്ലാനിന് ഏത് തരത്തിലുള്ള പാർട്ട്ണർ അഗ്രിപ്രൂണറിനെ കൂടെ കണക്ട് ചെയ്താലാണ് സ്റ്റേബിൾ ആയിട്ടൊരു മാർക്കറ്റ് കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, ലുലുവോ കുന്നിലോ അത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനുകളുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ പ്രൊഡ്യൂസ് ഷോക്കേസ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടെ മൊബിലിറ്റി കിട്ടും. അല്ലെങ്കിൽ ചില വലിയ FPCs ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെയുള്ള സഹ്യാദ്രിയും തുടങ്ങിയത് ഒരു FPC ആയിട്ടാണ്, പക്ഷേ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു യൂണിറ്റാണ്. എന്ന് പറഞ്ഞ പോലെ പൊട്ടൻഷ്യലുള്ള വലിയ FPCകൾക്ക് അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ പറ്റും. അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. അവർക്ക് കേരളത്തിനുള്ളിലോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തുള്ളവർക്കോ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് ഇതിലേക്ക് വരാം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അവരും രജിസ്റ്റേർഡ് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ആവണം. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസ് ആയിരിക്കണം. ജോയിൻറ്റ് വെഞ്ചർ ആകാം, 1 പേഴ്സൺ കമ്പനി ആകാം, പിന്നെ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ആകാം, ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ അവർ MSMEയുടെ കൺസെപ്റ്റിൽ SME എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ള രീതിയിൽ 10 കോടിക്ക് മുകളിൽ ആനുവൽ ടേൺ ഓവർ ഉള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ഇതിലേക്ക് ഭാഗമാവാൻ പറ്റും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവർ കേരളത്തിലുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികളുമായിട്ട് ടൈപ്പ് ആവണം. ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ ഫർദർ പ്രൊക്യൂർമെൻറ്റ് ഡയറക്റ്റ് റോ മെറ്റീരിയൽ ആയിട്ടോ വാല്യൂ ആഡഡ് ആയിട്ടോ, ഇനി അവർക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ സ്പൈസസ് ഒക്കെ ആണെങ്കിൽ നട്മഗ് പോലെയുള്ള സ്പൈസിന് വളരെ വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ആഗ്രഹമുള്ള അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ആ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമ്മളുടെ കർഷകർക്ക് ഒത്തൊരുമിച്ച് ചേർന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടും അത് ലോങ് ടേമിലേക്ക് സഹായകമാകുന്ന ഒരു അലയൻസിലേക്ക് പോകും. അപ്പോൾ ABPകളെ സംബന്ധിച്ച് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യമായ തോതിൽ കൃത്യമായി ലഭ്യമാകും. നല്ലത്. അതെ. ഇപ്പോൾ നിലവിൽ ഈ പദ്ധതിയുടെ ഒരു ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? നിലവിൽ നമ്മൾ നോർത്തേൺ റീജിയനിൽ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആപ്ലിക്കേഷൻസ് ഒക്കെ കോൾ ഫോർ ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റിൽ.
അപ്പോൾ ഒരു 5-6 മാസം കൊണ്ട്, കാര്യം ആദ്യത്തെ ഫേസ് ആയതുകൊണ്ട് പ്രൊഡക്റ്റീവ് അലയൻസ് ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾക്കും ഒത്തിരി കടമ്പകളുണ്ടായിരുന്നു ഇനീഷ്യൽ ഫേസസ്. സോ ഓൺലൈൻ പോർട്ടലാണ് kera.gov.in എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നോർത്തേൺ റീജിയണൽ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 50 പ്രൊഡക്റ്റീവ് അലയൻസ് ആണ് നോർത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് 72 FPCകളും 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനെ ഓൺബോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നോർത്തേൺ ആൻഡ് സദേൺ റീജിയനിൽ കൂടെ 50-50 വെച്ചിട്ട് 100 FPCകളെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവരുമായിട്ട് ചേരാൻ താല്പര്യപ്പെട്ടു വരുന്ന അത്രയും തന്നെ ഒരു പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും ഒരു അഗ്രി ബിസിനസ് പാർട്ട്ണറും തമ്മിലുള്ള ടൈപ്പാണ്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണം ഈ ടൈപ്പ് എന്നുള്ളത് അവർക്ക് തമ്മിൽ ഡിസൈഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്, ഭാവന ഒരു അഗ്രി ബിസിനസ് പാർട്ട്ണർ ആണെങ്കിൽ എൻ്റെ താല്പര്യം, എനിക്ക് ചക്കയും മാങ്ങയും, ഒരു FPC എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ട്, നാളികേരമുണ്ട്, റബ്ബറുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ഞങ്ങളുടെ അവിടെയുള്ള കർഷകർക്ക് ചേരുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിയായിരിക്കും നമ്മൾ FPC റൺ ചെയ്യുക. അപ്പോൾ അതിൽ പക്ഷേ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഞങ്ങൾക്ക് വാണിജ്യപരമായിട്ട് കുറച്ചുകൂടെ മേന്മയിലേക്ക് പോകാമെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ രീതിയിൽ ഒരു പക്ഷേ എനിക്ക് ചക്കയും ഇതുപോലെ ഏത്തനും ഉണ്ടെങ്കിൽ ഈ രണ്ടുമായിട്ടുള്ള ഒരു അലയൻസ് ആയിരിക്കും നമ്മൾ അഗ്രി ബിസിനസ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേങ്കിൽ ആ അഗ്രി ബിസിനസ് പാർട്ട്ണറുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ 10 ലക്ഷമാണ് നമ്മളുടെ ഒരു ടേൺ ഓവർ പറയുന്നതെങ്കിൽ അഗ്രി ബിസിനസ് പാർട്ട്ണറിന് 10 കോടിയാണ്. സോ അവിടെ തന്നെ സ്കെയിൽ നല്ല 10 മടങ്ങ് വ്യത്യാസമുണ്ട്. സോ FPCയുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ FPCയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് ആശയത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു വിപുലമായിട്ടുള്ള ബിസിനസ് ആശയമായിരിക്കും അഗ്രി ബിസിനസ് പാർട്ട്ണറിന് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്തുള്ള ചലഞ്ചും സാധ്യതയും എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന അഗ്രി ബിസിനസ് പാർട്ട്ണറിന് നമ്മളുമായിട്ടൊരു ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേബിളായിട്ട് നമ്മൾക്ക് ഈ ഉൽപ്പന്നം കൊടുക്കാൻ കഴിയണം അതേ ക്വാണ്ടിറ്റിയിൽ. നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. സീസണൽ ആയിട്ടുള്ളതാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പോൾ അതിലുള്ള വേരിയേഷൻ വരാം. നമ്മുടെ കൂടെയുള്ള ആളുകൾ അത്രയും ഉൽപ്പാദനം വന്നില്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഇഷ്യൂസ് വരാം. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുമായിട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തുകയും എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് അവരിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഫീൽഡ് വിസിറ്റ് നടത്തിയപ്പം അറിഞ്ഞ കാര്യങ്ങൾ. അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് വളരെ ക്ലിയർ കട്ടാണ് എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ FPC കൂടി അതിലേക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും. കണ്ടിന്യൂസ് ഹാൻഡ് ഹോൾഡിങ്ങും മെന്ററിങ്ങും ഇതിന്റെ കൂടെ ഉണ്ട്. അതിനാണ് നമുക്കൊരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളൊരു അതിനും കുറച്ച് കടമ്പകളുണ്ട്. ലൈക്ക് ഇനീഷ്യൽ നമ്മൾ ഇപ്പോൾ 50 പേർക്ക് 50 പ്രൊഡക്റ്റീവ് അലയൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 72 ആപ്ലിക്കൻസ് ഉണ്ട്. സോ ഏറ്റവും മികച്ച ആളുകളെ ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ ഉണ്ട്, അതനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും തമ്മിൽ ഡിസൈഡ് ചെയ്തിട്ടാണ് പിന്നീട് DPR വേർഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാനിലേക്ക് വരിക. അങ്ങനെ ബിസിനസ് പ്ലാൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അതിനും ഒരു കോർ പാനൽ കമ്മിറ്റി ഉണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ. അതിനും കുറച്ച് മാർക്ക് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. 60 മാർക്കിൽ കൂടുതലുള്ള DPRകളാണ് മുന്നോട്ടെടുക്കുക. അപ്പോൾ അതെല്ലാം മെറിറ്റോറിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ വരുന്ന DPRന് നമ്മൾ DPR ആയി കഴിയുമ്പോൾ പിന്നെ ഗ്രാൻഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം. അതിനനുസരിച്ചിട്ട് മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പദ്ധതിയുടെ പ്രോജക്റ്റ് പ്രപ്പോസലിൻ്റെ, ഈ പ്രോജക്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്ന FPCയുടെ താല്പര്യങ്ങളും ABPയുടെയും കൂടെ ചേർന്നിട്ടുള്ള ആശയങ്ങളും കൂടെ ചേർന്ന് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രപ്പോസലാണ്. പക്ഷേ ആ പ്രപ്പോസലിൽ 2 കൂട്ടരുടെയും ഇൻവെസ്റ്റ്മെൻറ്റും 2 കൂട്ടരുടെയും ഇൻവോൾവ്മെൻറ്റും ഡ്യൂട്ടിയും റോൾസും എല്ലാം ക്ലിയർ കട്ടായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ടോട്ടൽ ബിസിനസ് പ്ലാനിൻ്റെ പിന്നെ 40% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അത് FPCയും ABPയും കൂടി ഈക്വൽ 50-50 ആയിട്ട് ചെയ്യാം. അല്ല അവർക്ക് തമ്മിലുള്ള അറേഞ്ച്മെൻറ്റ്സിൽ ഇങ്ങനെ 20-30 അത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. ബാക്കിയുള്ള 60%മാണ് കേരയുടെ ഗ്രാൻഡായിട്ട് വരിക. പരമാവധി 2 കോടി രൂപ വരെയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. സിവിൽ കൺസ്ട്രക്ഷൻ സപ്പോർട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഷീനറി യൂണിറ്റുകൾ, പ്രോസസ്സിങ്, പ്രൈമറി പ്രോസസ്സിങ്, സെക്കൻഡറി പ്രോസസ്സിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. നമ്മൾ സാധ്യമല്ലാത്തത്, ഇന്നെലിജിബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ലാൻഡ് പർച്ചേസിന് നമുക്കത് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു
ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഗ്രഡേഷനും റിന്യൂവലിനും വേണമെങ്കിലും നമുക്ക് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ 40% അതായത് എഫ് പി സിയുടെയും എ ബി പിയുടെയും അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോഴാണ് കേര 60% കൊടുക്കുക. സോ അതും ഒറ്റയടിക്ക് 60 അല്ല, 3 ട്രാഞ്ചേഴ്സ് ഗഡുക്കളായിട്ടാണ് 40, 40, 20. സോ ആദ്യത്തെ ഗഡു അഡ്വാൻസ് ഫണ്ടാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്ത് ഒരു 70% ആയി കഴിയുമ്പോൾ സെക്കൻഡ് ട്രാഞ്ചേക്ക് അപേക്ഷിക്കാം. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പം നിലവിൽ ഏതെങ്കിലും പ്രൊഡക്റ്റീവ് അലയൻസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ RPMU തൃശ്ശൂരിൻ്റെ നേതൃത്വത്തിൽ വരുന്ന മലപ്പുറം റീജിയണിൽ ഒരു പ്രൊഡക്റ്റീവ് അലയൻസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മലബാർ മെറിസ്റ്റിക്ക എന്നുള്ള FPCയും അവരുമായിട്ട് ചേർന്ന കക്കാവ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ABPയും കൂടിയുള്ള ടൈപ്പാണ്. അവരുദ്ദേശിക്കുന്നത് ഈ ABPക്ക് വേണ്ടത് വെറ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള കൊക്കോ ബീൻസ് ആണ്. അവരത് ചോക്ലേറ്റ് നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ FPCകൾ കൊടുക്കുന്ന അതിനൊരു ഫെർമെൻ്ററി യൂണിറ്റ് തന്നെ സെറ്റപ്പ് ചെയ്യണം. സോ ആ ഫെർമെൻ്ററി യൂണിറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം ഈ അഗ്രി ബിസിനസ് പാർട്ട്ണർ കൊടുക്കും. പക്ഷേ അതിൻ്റെ ലാൻഡും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഈ പറയുന്ന FPC ആണ് ചെയ്യുന്നത്. ആ രീതിയിൽ അവർ വളരെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് അത് പോകുന്നത്. അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ DPR ഫേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫൈനലൈസേഷനോടെ ഗ്രാൻഡ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഞങ്ങളത് വരുന്ന ഓഗസ്റ്റോടെ അത് ചെയ്യാൻ, അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടെ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. മാഡം പറഞ്ഞത് നിലമ്പൂരിൽ വിളയുന്ന കൊക്കോ ബീൻ്റെ ചോക്ലേറ്റ് ആയിട്ട് ദേശീയ അന്തർദേശീയ വിപണിയിലേക്ക് എത്തും. അതെ അതെ. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്റ്റീവ് അലയൻസിലൂടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റമാണ് മാഡം പ്രതീക്ഷിക്കുന്നത്? ഈ രീതിയിലുള്ള പദ്ധതി ഇപ്പോൾ 150 പ്രൊഡക്റ്റീവ് അലയൻസസ് എന്ന് പറയുന്നു. അത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്കിത് എത്രമാത്രം സാധ്യമാകാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം അത് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇത്രയധികം പൊട്ടൻഷ്യലുള്ള ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ നമുക്കുണ്ട് എന്നുള്ള അറിവ് തന്നെ വളരെയധികം എന്താ പറയുക, മോട്ടിവേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് കേരളത്തിന് പുറത്തായിരിക്കും ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളുടെ കേരളത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയുന്നതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ FPCകൾക്ക് എത്രമാത്രം കമ്മിറ്റഡ് ആയിട്ട് ഉൽപ്പാദനം നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഉൽപ്പാദനം കൊണ്ടുവന്ന് ഈ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് ടൈംലി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഫാക്ടർ. രണ്ടാമത്തേത് പ്രൈസ് വോളട്ടിലിറ്റിയാണ്. അത് നമ്മളുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. അതിപ്പോൾ ഏത് വിളയാണെങ്കിലും ശരി, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പം അത്തരത്തിലുള്ള പ്രൈസ് വോളട്ടിലിറ്റി വരുമ്പം അതിനെങ്ങനെയാണ് നമുക്കതിന് മറികണ്ടം ചാടാൻ കഴിയുക, അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടരും കൂടെ ഇതിനൊരു സൊല്യൂഷൻ അവർ നേരത്തെ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ഒരു ക്ലാരിറ്റി നമ്മൾ ആദ്യത്തെ ഫേസിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫാർമേഴ്സിന് നമുക്കെല്ലാം വളരെ കുറച്ച് ഒരു 1-1.5 ഏക്കർ ഒക്കെ ആയിരിക്കാം മിക്ക ആളുകൾക്കും ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പാദനത്തിൻ്റെ പല മടങ്ങാണ് നമ്മൾ ആസ് എ ഗ്രൂപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ. അത് തന്നെയല്ല, ഇവിടെ നമുക്കൊരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉണ്ട്, അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ അഗ്രി ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പറയുമ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ പുതിയ വഴികളായിരിക്കും തുറന്നു കിട്ടുക. നമ്മൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ പേഴ്സ്പെക്റ്റീവോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരൊരു പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നൊക്കെ നമ്മൾ അൺനോയിങ്ലി ഇൻവോളണ്ടറിലി ആയിട്ട് നമുക്കറിയുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ നമുക്ക് തന്നെ ഈ FPC എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ആളുകളുടെ ഒരു HR മാനേജ്മെൻറ്റ് തന്നെ നമുക്കൊരു ഹേർഡിലായിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതലൊരു ഡിസ്കഷനും ഒരു ഓപ്പൺ അപ്പിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ മാർക്കറ്റ് ലിങ്കേജസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അവരുടെ ഒരു എക്സ്പേർട്ടൈസ് എന്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് എൻറ്റൈറ്റി എന്നുള്ള രീതിയിലേക്ക് പോകാതെ അവരെ കൂടെ നമ്മുടെ പാർട്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാഡം ഇപ്പോൾ അപേക്ഷ ഓപ്പൺ ആണല്ലോ. ഇപ്പോൾ നിലവിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ABPകൾക്ക് അല്ലെങ്കിൽ FPCകൾക്ക് ഇതിൽ ഭാഗമാകണമെങ്കിൽ അപേക്ഷിക്കാൻ സാധ്യമാണല്ലോ. അതിൻ്റെ ഒരു നടപടിക്രമവും കൂടി ഒന്ന് പറയാമോ? ഇത് ഓൺലൈൻ പോർട്ടലിൽ തന്നെയാണ്. ഓൺലൈൻ പോർട്ടലിൽ കേരയുടെ സൈറ്റിൽ കയറിയാൽ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള ഓൺലൈൻ പോർട്ടലിൽ പോയാൽ ഫാർമേഴ്സിനും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അതിൽ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഒരു ഇച്ചിരി ലെങ്തിയാണ്. കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. ബേസിക് ഇൻഫർമേഷനും നിങ്ങളുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഇതിന് മുന്നേ ഉള്ള ലിങ്കേജസും ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആളിനെ തേടി എത്താൻ
കണ്ടെത്താൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ ഈ ഒരു ഗ്രാൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഗ്രാൻറ്റാണ്. അത് കർഷകനും ABPയും തിരിച്ചടയ്ക്കേണ്ടതില്ല. പക്ഷേങ്കിൽ ഗവൺമെൻറ്റിന് ഇതൊരു ലോണാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ഒരു എക്സ്ചക്കറിലേക്ക് നമുക്ക് ടാക്സ് ആയിട്ടോ മറ്റ് സോഴ്സസ് ആയിട്ടോ ഫണ്ട് വന്ന് അതിൽ നിന്ന് നമുക്ക് പണം തിരിച്ചടവും സാധ്യമാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളിലേക്കാണ് ഈ പണം എത്തുന്നതെന്ന് നോക്കേണ്ടത്, അതിനുള്ള ചെക്സ് നോക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ആ രീതിയിൽ തന്നെയായിരിക്കും അത് മുന്നോട്ട് പോവുക. സോ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 9 ജില്ലകളിലുള്ള ഫാം പ്രൊഡ്യൂസർ കമ്പനികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷയ്ക്കകത്ത് എന്താണ് അടുത്ത ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് പ്രപ്പോസൽ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുകൂടാതെ ഇനി ഏതെങ്കിലും അഗ്രി ബിസിനസ് പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ആവാൻ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സോ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള അത്തരത്തിലുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ കൂടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അവരെ കൂടെ വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഓൺബോർഡ് ചെയ്യിക്കാം. ആ രീതിയിൽ ഐഡിയൽ മാച്ചിലേക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ഓൾറെഡി ഉള്ള ഈ 163 ആളുകളുടെ ലിസ്റ്റെല്ലാം ആ പോർട്ടലിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം. അവരെന്തൊക്കെ വിളയിലാണ് താല്പര്യമുള്ളത്, അവരുടെ ഒഫീഷ്യൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് അവരുമായിട്ടൊരു ഇൻഫോർമൽ ഒരു ഇൻട്രാക്ഷൻ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രപ്പോസൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസും ആ പോർട്ടലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന ഘടകത്തെക്കുറിച്ചും കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ അതുമൂലം പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളാണ് എന്നതിനെക്കുറിച്ചും വിശദമായി നമ്മളോട് സംസാരിച്ച ഡോക്ടർ യമുനയ്ക്ക് പ്രത്യേകം നന്ദി മാഡം. താങ്ക് യു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായി അടുത്ത ലൈവിൽ കാണാം. നന്ദി.